മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 5.5 വരെയുള്ള കണക്ക് പ്രകാരം 75% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു ജില്ലയിൽ എന്നുള്ളതാണ്. അതിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ 77% മുകളിലേക്ക് പോളിംഗ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 5.5 വരെയുള്ള കണക്ക് മാത്രമാണ്. അതിനുശേഷം അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തീരദേശ മേഖലകളിലൊക്കെ തന്നെയും ചില ബൂത്തുകളിൽ ഇത്തരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കൂടാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ SIR വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ ഈ പെർസെൻറ്റേജിൽ, അതായത് ഈ ശതമാന കണക്കിൽ വലിയ രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നേമത്താണ് ഏറ്റവും കൂടുതൽ. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതും നേമം മണ്ഡലത്തിൽ തന്നെയാണ്. അവിടെ SIR വന്നതിന് ശേഷം ഏതാണ്ട് 30,000-ൽ പരം വോട്ടിൻ്റെ കുറവ് നേരത്തെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിൻ്റെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടാവും. പക്ഷേ അവിടെ ഈ ശതമാന കണക്ക് കൂടി നിൽക്കുമ്പോഴും വോട്ടിൻ്റെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് മുൻപെങ്ങും ഇല്ലാത്ത വിധം വലിയ രീതിയിലൊരു പിന്തുണ നമ്മൾ ഇത്തവണ കാണുന്നു. സാധാരണഗതിയിൽ സംസ്ഥാനത്തിന്റെ ഈ ഒരു പൊതുവിലുള്ള ട്രെൻഡ് ഒരു വലിയ 70% മുകളിലേക്ക് പോകുമ്പോൾ പോലും 65% നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നേരത്തെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് ആ നിലയ്ക്കല്ല. എല്ലാ മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും 70 മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ വർക്കല, ചിറയൻകീഴ്, ആറ്റിങ്ങൽ ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടങ്ങളിൽ 70% മാത്രമാണ് പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയും 74% മുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല എന്നീ 3 മണ്ഡലങ്ങളിൽ 70% പോളിംഗ് നിലവിൽ. അത് 5.5 വരെയുള്ള കണക്കാണ്. അതിനുശേഷം പോളിംഗ് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്ന അരമണിക്കൂറിനുള്ള ഒരു പക്ഷേ ആ ഒരു പുതിയൊരു കണക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ BLOമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ബോധവൽക്കരണ പരിപാടികൾ നിരവധിയായി നടത്തിയിരുന്നു. അതൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഒപ്പം തന്നെ ബൂത്തുകളെല്ലാം തന്നെ എല്ലാവർക്കും വളരെ സമാധാനപരമായി തന്നെ വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മികച്ച രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് എല്ലായിടത്തും തന്നെ. തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നില്ല. എല്ലായിടത്തും തന്നെ സമാധാനപരമായ രീതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുകയും 6 മണിയോടുകൂടി മിക്ക ഇടങ്ങളിലും തന്നെ പോളിംഗ് അവസാനിക്കുന്ന സ്ഥിതിയുണ്ട്. ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ 6 മണിക്ക് ശേഷം അത് ക്യൂവിൽ 6 മണിക്ക് എത്തിയവർക്ക് കൃത്യമായ രീതിയിൽ പോളിംഗ് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ലിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് കൃത്യമായ രീതിയിൽ ഈ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം അത് ഏറ്റവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഏതാണ്ട് 80% ഉറപ്പായും തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. 5.5 വരെ അത് 75% എത്തിയിരുന്നു. അരമണിക്കൂർ ശേഷമുള്ള കണക്കുകൾ കൂടി ഇനി വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 80% മുകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പലയിടത്തും വലിയ ക്യൂ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ, വൈകുന്നേരത്തെ അവസാനത്തെ 1 മണിക്കൂറിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ഒരു മഴ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും വിധത്തിൽ ഈ അവസാന ഘട്ടത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വന്നവരെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വരും നിമിഷങ്ങളിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. എന്തായാലും ഇവരെ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ എല്ലാവരെയും വോട്ട് ചെയ്യാനുള്ള ആളുകളെല്ലാം തന്നെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ മുന്നണികളുടെ ഭാരവാഹികൾ ആയിട്ടുള്ള ആളുകൾ, അതായത് മുന്നണിയുടെ പ്രവർത്തകർ, രാഷ്ട്രീയ മുന്നണികളുടെ പ്രവർത്തകരൊക്കെ തന്നെയും അതിനുള്ള ശ്രമങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിയിരുന്നു. അവർക്കുള്ള വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്ന നിലയുണ്ടായിരുന്നു. ആ നിലയ്ക്ക് കൂടുതൽ എല്ലാവരുടെയും തന്നെ വോട്ട് അവിടേക്ക് എത്തിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ പോലും 80% മുകളിൽ തന്നെ പോളിംഗ് നടന്നിട്ടുള്ള ബൂത്തുകളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ ഉള്ളത്. 700-ൽ പരം വോട്ടുകൾ എല്ലാ ബൂത്തുകളിലും തന്നെ ഉണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം തന്നെ 80% മുകളിലേക്ക് ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് എല്ലായിടത്തെയും കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേമത്ത് തന്നെയാണ് ഏറ്റവും അധികം, ഇതുവരെ ഉള്ള കണക്ക് പ്രകാരം നേമത്ത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടാക്കടയിലും ആ സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്ന 77%-ഓളം അവിടെ
വോട്ട് രേഖപ്പെടുത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയിട്ടുള്ള കഴക്കൂട്ടം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലും സ്വാഭാവികമായും ഇടങ്ങളിൽ പോളിംഗ് ശതമാനം ഇത്തവണ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ ജില്ലയുടെ പല ഭാഗങ്ങളിലായി അല്ലെങ്കിൽ ഗ്രാമമേഖലയിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇതിന് സമാനമായ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് 80% മുകളിലേക്ക് പോളിംഗ് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.